വളരെ പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വരുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം സെനിയാർ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. മലാക്ക കടലിടുക്കിനും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായാണ് ശക്തിയേറിയ ന്യൂനമർദ്ദം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കും. തുടർന്ന് 24 മണിക്കൂറിൽ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും. UAE ആണ് സിംഹം എന്നർത്ഥം വരുന്ന സെനിയാർ എന്ന പേര് ചുഴലിക്കാറ്റിന് നൽകിയത്. ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂനമർദ്ദം സെനിയാർ ചുഴലിക്കാറ്റായി രൂപപ്പെട്ടാൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരത്ത് കരതൊടാനാണ് സാധ്യത. നവംബർ 27, 28 തീയതികളിൽ സെനിയാർ കരതൊട്ടേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഈ വർഷത്തെ മൺസൂൺ സീസണിന് ശേഷം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ഇത്. ഒക്ടോബർ 28-ന് തീവ്ര ചുഴലിക്കാറ്റായി മൊന്ത ആന്ധ്രാപ്രദേശിൻ്റെ കാക്കിനടയ്ക്ക് സമീപം തീരം കടന്നിരുന്നു. മെയ്, നവംബർ മാസങ്ങളിൽ ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലും ഉൾപ്പെടുന്ന വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണുള്ളത്. ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനിടെ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, നാഗപട്ടണം, മയിലാടുംതുറ, തിരുവാരൂർ, പുതുക്കോട്ടൈ, തഞ്ചാവൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ 4 പേർ മരിച്ചു. കടലൂർ ചിദംബരത്ത് ദമ്പതികൾ ഉൾപ്പെടെ 3 പേരും, തൂത്തുക്കുടിയിൽ ഒരാളും ഷോക്കേറ്റാണ് മരിച്ചത്. തിരുനെൽവേലി ജില്ലയിലെ താമരഭരണി നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകി. തിരുനെൽവേലി, തെങ്കാശി ജില്ലകളിൽ കനത്ത മഴ പെയ്തു. 29, 30 തീയതികളിൽ ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലും 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 26 വരെ കേരളത്തിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും അതിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഈ ദിവസങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നും അറിയിപ്പുണ്ട്.